ഈ ബിനലിനെ സംസാരിക്കുന്ന കൂടെ നമ്മൾ ഈ കാണുന്ന ഫ്രെയിം അത് വി.ഡി. സതീശന്റെ വീട്ടിൽ നിന്നുള്ളതാണ്. മനീഷ ഏഷ മാത്യു കൂടി ചേരുന്നുണ്ട്. മനീഷെ, വി.ഡി. സതീശൻ പുറത്തേക്ക് ഇറങ്ങിയോ? ദാസേതു വി.ഡി. സതീശൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വാഹനം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കുള്ള വാഹനം തയ്യാറായി കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ നമ്മൾ അതൊക്കെയാണ് ഫ്രെയിമിൽ കാണുന്നത്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് പ്രവർത്തകരെ കണ്ടതിന് ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് നേരെ പോവുക തിരുവനന്തപുരത്തേക്കാണ് അദ്ദേഹം പോവുക. നേരത്തെ തന്നെ രാവിലെ മുതൽ ഇവിടെ എത്തിയിരിക്കുന്ന പ്രവർത്തകരെയൊക്കെ അഭിവാദ്യം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ ഈ പ്രവർത്തകരുമായി സംവദിക്കുന്നതും അവരോട് അഭിവാദ്യം ചെയ്യുന്നതൊന്നും ദൃശ്യങ്ങളിൽ പകർത്തിരുന്നുള്ള കാര്യം നമ്മളോട് അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആരും ആ ഭാഗത്തേക്ക് അടുക്കാതിരുന്നത്. എന്തായാലും ഇതാ ഏറ്റവും ഉദ്യോഗമായ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 10 ദിവസത്തെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം വരുമ്പോൾ വി.ഡി. സതീശൻ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നതെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കും മടങ്ങിയെത്തുക എന്നുള്ളതാണ് ഏവരും ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ സ്വന്തം വാഹനത്തിൽ മടങ്ങുന്ന അദ്ദേഹം നാളെ മുഖ്യമന്ത്രി വാഹനത്തിലേക്ക് ഇവിടെ എത്തുമോ എന്നുള്ള പ്രതീക്ഷയാണ് ഇതിലേവരും കാത്തു വെക്കുന്നത്. എന്നാലും അദ്ദേഹം ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. നേരെ തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന പാർലമെന്ററി യോഗത്തിലടക്കം അദ്ദേഹം പങ്കെടുക്കും. ഇവിടെ നിന്ന് നേരെ ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്കാണ് അദ്ദേഹം എന്തായാലും പോവുക. ഇവിടെ നിന്ന് വാഹനം പുറപ്പെട്ടു കഴിഞ്ഞു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവർ ദേശത്തെ വീട്ടിൽ ഇനിയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഇപ്പോൾ പോകുന്ന വി.ഡി. സതീശൻ തിരിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മടങ്ങിയെത്തുമോ എന്നുള്ളൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ മടങ്ങിയെത്തുമോ എന്നൊരു ആഗ്രഹത്തിൽ, അല്ലെങ്കിൽ മടങ്ങിയെത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ എന്തായാലും പ്രവർത്തകരെല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ ആളുകളില്ല. ഒരു പക്ഷേ പ്രഖ്യാപനത്തിന് സമയമാകുമ്പോഴേക്കും ഇവിടത്തേക്ക് കൂടുതൽ ആളുകൾ എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ശരി മനീഷെ. അപ്പോൾ ഇവിടെ പ്രേക്ഷകരെ, വി.ഡി. സതീശൻ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുക്കാനായി മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം എറണാകുളത്ത് നിന്ന് സ്വന്തം വാഹനത്തിൽ പോയ വി.ഡി. സതീശൻ ഇനി 1-ാം നമ്പർ വാഹനത്തിൽ മടങ്ങിയെത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതുവരെയും ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല, സൂചനകൾ വന്നിട്ടില്ല. ആരും ആയേക്കാം. നമ്മൾ ഈ സംസാരിക്കുന്നതിൽ 3 പേരിൽ ആരും ആയേക്കാം. പക്ഷേ ഇന്ന് നമ്മൾ അറിയും ആരാണ് ആ ഒരാൾ ആര്. അത് ഇന്ന് നമ്മൾ അറിയും. ഈ ചർച്ചകളൊക്കെ അതോടെ നിൽക്കും.